മൂന്നാമൂഴത്തിൽ 400 സീറ്റ് ലക്ഷ്യമിട്ടുള്ള മോദി പടയോട്ടത്തിന് തടയിട്ടത് ഉത്തർപ്രദേശ്. ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പിയെ ഇന്ത്യ സഖ്യം തകർത്തതെങ്ങനെ? कमाल करके दिखा दिया यूपी के जनता ने, कमाल करके दिखा दिया। नहीं, बहुत सारे स्टेट्स ने कमाल करके दिखाया, मगर बीजेपी यूपी ने हिंदुस्तान की राजनीति समझकर, कॉन्स्टिट्यूशन पर खतरा समझकर उत्तर प्रदेश ने കോൺസ്റ്റിറ്റ്യൂഷൻ की रक्षा की है. ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസ്താവനയിലുണ്ട് ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് ഇന്ത്യയുടെ ജനവിധിയെ നിർണയിച്ചത് എന്നത്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ലഭിക്കും എന്ന ബി.ജെ.പിയുടെ സ്വപ്നങ്ങൾ തകർത്തത് ഉത്തർപ്രദേശ് തന്നെയായിരുന്നു. നമുക്ക് നോക്കാം ആ കണക്ക്. കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലെ 80-ൽ 62 സീറ്റിലും ബി.ജെ.പി വിജയിക്കുന്നു. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ശേഷം ഈ 62 എന്ന സംഖ്യ ഉയർത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി ഉണ്ടായത്. പക്ഷേ ഇത്തവണ 33 സീറ്റിലേക്ക് ബി.ജെ.പി ഒതുങ്ങുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ തവണത്തേക്കാൾ 29 സീറ്റിന്റെ കുറവ് ഉത്തർപ്രദേശിൽ മാത്രം ബി.ജെ.പിക്ക് ഉണ്ടാകുന്നു. ബി.ജെ.പിയെ ഞെട്ടിച്ച ഒരു തോൽവി എന്ന് വേണം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ യു.പിയിൽ വിശേഷിപ്പിക്കേണ്ടത്. യു.പി പിടിക്കുന്നവർ ഇന്ത്യ ഭരിക്കുമെന്നതാണ് പൊതുവിൽ പറയുന്നത്. എൻ.ഡി.എക്ക് സ്വന്തം നിലയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ 292 സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാകുമ്പോഴും ഈ സർക്കാർ ഉണ്ടാകുമോ, അത് നിലനിൽക്കുമോ, ഇന്ത്യ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമോ തുടങ്ങിയ ചർച്ചകൾ വരുന്നത് ഈ ഉത്തർപ്രദേശിൽ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പിക്ക് നേരിട്ട ഈ തിരിച്ചടി, ഈ ബി.ജെ.പി പിന്നിൽ പോയ ഈ സാഹചര്യം തന്നെയാണ്. തീർച്ചയായും ദിൽന, ഇപ്പോൾ ഇന്ത്യ എൻ.ഡി.എക്ക് കിട്ടിയിട്ടുള്ള സീറ്റുകളുടെ ആ നമ്പർ ഉണ്ടല്ലോ, ബി.ജെ.പി കിട്ടിയിട്ടുള്ള നമ്പർ, അതിനപ്പുറം വലിയ ആഘാതം ഇനി ബി.ജെ.പിക്ക് കിട്ടാനില്ല. ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ, ദിൽന സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പിയുടെ RSSന്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്ന, ബി.ജെ.പിക്ക് വളരാൻ വെള്ളവും വളവുമായിരുന്ന അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തി ജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷം നടക്കുന്ന, മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ മണ്ണിൽ ഫൈസാബാദിൽ, അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി.ജെ.പിക്ക് ജയിക്കാനാകുന്നില്ല എന്ന് വരുമ്പോൾ ഈ തോൽവിയുടെ ആഘാതം, അതിന് അപ്പുറം നമ്മളൊന്നും പറയേണ്ടതില്ലല്ലോ. അയോധ്യ ഉൾപ്പെട്ട രാമജന്മഭൂമിയിൽ നിന്ന് പോലും ബി.ജെ.പിക്ക് ഒരു MP ഇല്ലാതെ ആകുന്നു എന്നത് ഒരു ഘട്ടത്തിൽ പോലും ബി.ജെ.പി നേതാക്കളോ നരേന്ദ്രമോദിയോ പ്രതീക്ഷിച്ചതായിരിക്കില്ല. അവിടെ സിറ്റിംഗ് MP ആയ ലല്ലു സിംഗിനെ ഏകദേശം 55,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് SP-യുടെ അവധേഷ് പ്രസാദ് തോൽപ്പിച്ചത്. നോക്കണം ആ സംഖ്യ, 55,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട അജണ്ടയായി ബി.ജെ.പി എത്രയോ നാളുകൾക്ക് മുൻപ് സെറ്റ് ചെയ്ത്, അതായത് RSSന്റെ 100ാം വാർഷികം, ബി.ജെ.പിയുടെ 3ാം ടേം, നരേന്ദ്രമോദിയുടെ 3ാം ഊഴത്തിലെ പ്രധാനമന്ത്രി സ്ഥാനം, ഇതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ അജണ്ടയായിരുന്നു രാമക്ഷേത്രം. പക്ഷേ അവിടെയാണ് 55,000 വോട്ടിന് ബി.ജെ.പി സ്ഥാനാർത്ഥി തോൽക്കുന്നത്. അത് മാത്രമല്ല ദിൽന, നരേന്ദ്രമോദി തന്നെ ഒരു ഘട്ടത്തിൽ പിന്നിൽ പോകുന്ന കാഴ്ച. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എത്രയാണ്? വെറും 1,52,000. അത് ഒരു ചെറിയ സംഖ്യ അല്ല. ഇപ്പോൾ മറ്റ് ഇടങ്ങളിലൊക്കെ 1 ലക്ഷത്തിലേറെ ജയിക്കുക എന്നുള്ളത് വലിയ സംഖ്യ തന്നെയാണ്. പക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ചെറിയ സംഖ്യയാണ്. കാരണം 4 ലക്ഷത്തിൽ ഏറെ ഭൂരിപക്ഷം നേടി കഴിഞ്ഞ തവണ ജയിച്ചതാണ്. ഇത്തവണ ബി.ജെ.പി നേതാക്കളുടെ ഒരു മിഷൻ തന്നെ ആ 4 ലക്ഷം ഉയർത്തി 5 ലക്ഷം വരെ ആക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏകദേശം അരമണിക്കൂർ നേരം ഇന്നലെ നരേന്ദ്രമോദി പിന്നിലാണ് എന്ന വിവരം നമുക്ക് പ്രേക്ഷകരോട് പറയേണ്ടി വന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ് എന്ന് ഞാൻ പറയും. അതായത് മോദിക്ക് ഗ്യാരണ്ടി പറഞ്ഞ് വോട്ട് പിടിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ആ ഗ്യാരണ്ടിക്കൊപ്പമല്ല ജനങ്ങൾ നിന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും അതിൽ അവിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഈ വിധിയിലൂടെ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, അമേഠിയിൽ സ്മൃതി ഇറാനി തോൽക്കുന്നു. രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ തോൽപ്പിച്ച് പിടിച്ചെടുത്ത മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് ഗംഭീര തിരിച്ചുവരവ് നടത്തുന്നു. അതോടൊപ്പം ലക്നൌവിൽ രാജ്നാഥ് സിംഗ് പിന്നോട്ട് പോകുന്നു. അപ്പോൾ വൻമരങ്ങളൊക്കെ ആശങ്കപ്പെട്ട, പേടിച്ച സ്മൃതി ഇറാനിയെ പോലെയുള്ളവർ തോറ്റ ഈ തെരഞ്ഞെടുപ്പ്, അതിൽ വേദിയായിട്ടുള്ള യു.പി എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ
അടിവേരിളക്കിയത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നോക്കൂ റായ്ബറേലിയിൽ, അത് 4 ലക്ഷത്തിലേറെ വോട്ടിനാണ്. യു പിയിൽ തന്നെ ഇത്തവണത്തെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷമാണ്. അപ്പോൾ കൃത്യമായി യു പി പറഞ്ഞു വെക്കുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു ജനവികാരം തന്നെയാണ്. യു പിയിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് ശരിക്കും അഖിലേഷ് യാദവ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ തന്ത്രമാണ്. അഖിലേഷ് യാദവ് എന്ന രാഷ്ട്രീയ നേതാവ് ഈ കാലങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയ മാറ്റം അത് വളരെ ശ്രദ്ധേയവുമാണ്. അഖിലേഷിന്റെ തന്ത്രങ്ങൾ തന്നെയാണ് ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് യു പിയിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം സമ്മാനിച്ചതും. നമുക്കറിയാം, ഒറ്റയ്ക്ക് BJP പോലൊരു പാർട്ടിയെ കഴിഞ്ഞ തവണ 50% വോട്ട് നേടിയ ഒരു പാർട്ടിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാനാവില്ല എന്ന് കൃത്യമായി അഖിലേഷ് യാദവിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം സഖ്യ സാധ്യതകളാണ് തുറന്നിട്ടത്. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നു, BSPയെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അങ്ങനെ ഈ രീതിയിൽ സാധ്യമായ എല്ലാ സഖ്യത്തിനും അദ്ദേഹം തയ്യാറാകുന്നു, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. അങ്ങനെ പ്രതിപക്ഷ നിരയെ നമുക്കറിയാം, ഒരുപാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അങ്ങനെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും ഈ രീതിയിൽ പ്രതിപക്ഷ നിരയെ ഒറ്റക്കെട്ടായി അണിനിരത്താൻ കഴിഞ്ഞത് അഖിലേഷ് യാദവ് എന്ന നേതാവിൻ്റെ നേതൃപാടവം തന്നെയാണ്. അതോടൊപ്പം ഇത്തവണത്തെ SP-യുടെ സീറ്റ് നില 37 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മുലായത്തിൻ്റെ കാലത്ത് പോലും സാധിക്കാത്തത്ര ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ SP-ക്ക് കിട്ടിയ ഏറ്റവും വലിയ സീറ്റ് നിലയാണിത്. ഈ നിലയിലേക്ക് SP-യെ എത്തിച്ചത്, ഒപ്പം ഏറ്റവും വലിയ സഖ്യം എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയെ ഉത്തർപ്രദേശിൽ എത്തിച്ചത് അഖിലേഷ് യാദവ് എന്ന നേതാവിൻ്റെ വലിയ ഒരു നേതൃത്വ പാടവം തന്നെയാണ്. അതോടൊപ്പം താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ കൂടി വികാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് പ്രവർത്തനങ്ങൾ നടത്താനും ആ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കനൗജ് നമുക്കറിയാം സമാജ്വാദി പാർട്ടിയുടെ ഒരു കോട്ടയാണ്. അത് കഴിഞ്ഞ തവണ കനൗജിനെ BJP പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചതിന് ശേഷം അഖിലേഷ് യാദവ് നേരിട്ട് കനൗജിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണിത്. ജനങ്ങളുടെ, പ്രവർത്തകരുടെ ഒരു വികാരം മാനിച്ചാണ് അദ്ദേഹം അതിന് തയ്യാറായത്. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം അഖിലേഷ് യാദവിൽ നിന്ന് വരുമ്പോൾ വലിയൊരു ആത്മവിശ്വാസം സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്ക് സംസ്ഥാനത്താകെ ഉണ്ടാവുകയാണ്. അതെല്ലാം ഈ SP-യുടെ പ്രവർത്തനത്തെയും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ വിജയത്തിലേക്ക് അവരെത്തിച്ചതും ഇത്തരം അഖിലേഷ് യാദവ് എന്ന നേതാവിൻ്റെ ആ നേതൃഗുണം തന്നെയാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അഖിലേഷ് അവിടെ കാണിക്കുന്ന നേതൃപാടവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അഖിലേഷോട് തന്നെ നമ്മുടെ പ്രതിനിധിയായ PR സുനിൽ സംസാരിക്കുമ്പോൾ അഖിലേഷ് അന്ന് പറഞ്ഞ വലിയ കോൺഫിഡൻസ് ഉണ്ട്. അതായത് 400 സീറ്റാണ് BJP ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യം വന്നപ്പോൾ അഖിലേഷ് പറഞ്ഞത് UP കടക്കാൻ പോലും നരേന്ദ്രമോദിയെ ഇത്തവണ കഴിയില്ല. ഇത്തവണ ഏറ്റവും വലിയ തിരിച്ചടി BJPക്ക് കിട്ടാൻ പോകുന്നത് അത് UPയിൽ നിന്നാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ അഖിലേഷിന് കഴിയുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നമ്മുടെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് UP നിങ്ങൾ എഴുതി വെച്ചോളൂ, UPയിൽ നിന്ന് BJPക്കെതിരായ ഇന്ത്യ സഖ്യത്തിൻ്റെ കൊടുങ്കാറ്റ് അത് ജൂൺ 4-ന് ആഞ്ഞടിക്കാൻ പോവുകയാണ് എന്നാണ് പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് ഈ രണ്ട് നേതാക്കളും കാണിച്ച ഒരു കോൺഫിഡൻസ്, നേതൃപാടവം അത് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടതാണ് അഖിലേഷ് യാദവ് കാണിച്ച നേതൃപാടവം. അവിടെ നോക്കുന്നില്ല, ഇന്ത്യ മുന്നണി ഒരു പക്ഷേ ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കെട്ടുറപ്പോടെ പ്രവർത്തിച്ച ഒരു സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് UP ആണ്. വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഒരു തർക്കങ്ങളുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നു. ഓർക്കണം, ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് ഒരു തർക്കങ്ങളുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നത്. ബീഹാർ നോക്കൂ, അവിടെ തർക്കങ്ങളുണ്ടായിരുന്നു, അവിടെ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയും ഉണ്ടായി. അപ്പോഴാണ് നമുക്ക് UPയിലെ വിജയത്തിൻ്റെ മാറ്റ് എത്രയാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി കൂടി റായ്ബറേലിയിലേക്ക് മത്സരിക്കാൻ എത്തുന്ന ഒരു കാഴ്ച, അതുകൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുകയാണ്. അതായത് കോൺഗ്രസ് ഒരുപക്ഷെ അമേഠിയാണോ റായ്ബറേലിയാണോ, ഇനി രാഹുൽ അവിടെ 2ാം മണ്ഡലത്തിൽ മത്സരിക്കണോ എന്നൊക്കെ ആശങ്കപ്പെട്ട് നിന്ന സമയത്ത് രാഹുലും പ്രിയങ്കയും വരൂ ഞങ്ങൾ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്തത് അഖിലേഷ് യാദവാണ്. അപ്പോൾ രാഹുൽ കൂടി അവിടെ വരുന്നു, അഖിലേഷ് യാദവ് കനൗജിൽ മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം UPയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയതോടുകൂടിയാണ് പ്രവർത്തകർക്കും വലിയ രീതിയിൽ ആവേശമുണ്ടാകുന്നത്. ഇനി രാഹുൽ അങ്ങോട്ടേക്ക് വരുന്ന കാഴ്ച തന്നെ നമുക്കറിയാമല്ലോ. രാഹുലിൻ്റെ കട്ടൗട്ടുമായി സമാജ്വാദി പാർട്ടി പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെക്കാൾ ആവേശത്തിൽ അവിടെ രംഗത്തിറങ്ങിയത്. അപ്പോൾ രാഹുൽ അഖിലേഷ് കോംബോ ഇത്തവണ സക്സസ് ആയിരുന്നു, അത് ജനപ്രിയമായിരുന്നു, ജനങ്ങൾ ഏറ്റെടുത്ത ഒരു കോംബോ ആയിരുന്നു. അതുകൂടി BJPയുടെ പരാജയത്തിൻ്റെ അക്കം കൂട്ടി UPയിൽ എന്ന് പറയേണ്ടി
വരും. ഫുൽപൂരിലടക്കമുള്ള റാലികളും നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മാസ്മരികമായ ദൃശ്യങ്ങളാണ് എന്ന് പറയേണ്ടി വരും. ഈ രണ്ട് നേതാക്കളും പങ്കെടുക്കുന്ന റാലികളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ നേതാക്കൾക്ക് സംസാരിക്കാൻ കഴിയാതെ അവർക്ക് മടങ്ങിപ്പോകേണ്ടി വരുന്ന കാഴ്ച. ഏത് നേതാക്കളും അസൂയയോടെ മാത്രം നോക്കിക്കാണുന്ന ദൃശ്യങ്ങളാണ് യു പിയിൽ നിന്ന് നമ്മൾ കണ്ടത്. അത് വോട്ടായാൽ അത് തിരിച്ചടിയാകും എന്ന് എല്ലാവരും പറഞ്ഞതുമാണ്. പക്ഷേ എക്സിറ്റ് പോളുകൾ നേരെ തിരികെ വന്നപ്പോഴും അഖിലേഷ് യാദവിനുണ്ടായിരുന്ന കോൺഫിഡൻസ് നമ്മൾ കണ്ടതാണ്. അന്ന് എക്സിറ്റ് പോളുകൾ വന്ന സമയത്ത് തന്നെ അഖിലേഷ് പ്രവർത്തകരോട് പറഞ്ഞത് ഇതായിരിക്കില്ല ജനവിധി, നിങ്ങൾ ആരും നിരാശപ്പെടരുത് എന്ന്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും റാലികളിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എത്തുന്ന യോഗങ്ങളിലേക്ക് എത്തുകയാണ്. പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ BJP നരേന്ദ്രമോദി എല്ലായിടത്തും പോയി ചെയ്യുന്ന കാര്യം വമ്പൻ റാലികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ വമ്പൻ റാലികൾക്കൊപ്പം തന്നെ ചെറിയ റാലികൾ, ആളുകളോട് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന റാലികൾ കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കാൻ അഖിലേഷിന് കഴിഞ്ഞപ്പോൾ അഖിലേഷ് കാണിച്ച നേതൃപാടവം, അതോടൊപ്പം രാഹുൽ ഗാന്ധി കൂടി അതിനോടൊപ്പം ചേർന്നപ്പോഴുണ്ടായ ആ ഒരു ഐക്യം, അത് ഇന്ത്യ മുന്നണിയുടെ SP-യുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറിയിട്ടുണ്ട്. ആ വിജയത്തിന്റെ വിജയമന്ത്രം എന്ന് പറയുന്നത് PDA എന്നാണ്, പിച്ചഡെ ദളിത് അല്പസംഖ്യ. അതായത് പിന്നോക്ക വിഭാഗക്കാർ, ദളിത് വിഭാഗക്കാർ, ഒപ്പം ന്യൂനപക്ഷങ്ങൾ, ഈ മൂന്ന് വിഭാഗങ്ങളെയും ചേർത്ത് നിർത്താൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞ ആ തന്ത്രമാണ് ഇത്തവണ UP-യിൽ BJP-യുടെ വോട്ട് ബാങ്ക് ഇളക്കിയത്. നമുക്കറിയാം, സമാജ്വാദി പാർട്ടിയുടെ എക്കാലത്തെയും വോട്ട് ബാങ്ക് ദളിത്, മുസ്ലിം ഈ രണ്ട് വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മുലായം സിംഗിന്റെ കാലത്ത് മുതൽ നടത്തിയിട്ടുള്ളത്. അതായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്ക്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകളെ ചേർത്താൽ മാത്രമേ വിജയിക്കാനാകൂ എന്ന ഒരു തിരിച്ചറിവ് ഇതോടുകൂടി UP-യിലെ ഒരു ജാതി സമവാക്യങ്ങളിൽ, നിലവിലുണ്ടായിരുന്ന ജാതി സമവാക്യങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് ഈ PDA-യിലൂടെ അഖിലേഷ് യാദവ് നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കം, അത് BJP-ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത്. കഴിഞ്ഞ ജൂണിലാണ്, 2023 ജൂണിലാണ് ഈ PDA എന്നുള്ള വാക്ക് ഈ പ്രചാരണ രംഗത്ത് പരസ്യമായി ആദ്യമായി അദ്ദേഹം ഉപയോഗിച്ചു വരുന്നത്. പക്ഷേ ഏതാണ്ട് ഒരു വർഷത്തിനിടയിൽ അതിൽ കൃത്യമായ ഒരു വിശ്വാസ്യത ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ അഖിലേഷ് യാദവിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഈ 56 മണ്ഡലങ്ങളിലാണ് ഉത്തർപ്രദേശിൽ BJP-യും സമാജ്വാദി പാർട്ടിയും നേരിട്ട് മത്സരിച്ചത്. അവിടെ 35ഇടത്തും SP-ക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് യാദവർ കഴിഞ്ഞുള്ള മറ്റ് OBC വിഭാഗക്കാർ, ദളിതർ, അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ, ഇത് മൂന്നും ചേർത്തുകൊണ്ട് BJP-യുടെ വോട്ട് ബാങ്ക് ഇളക്കിക്കൊണ്ടായിരുന്നു ഇത്തവണ സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയും ഉത്തർപ്രദേശിൽ ഈ രീതിയിലുള്ള വലിയൊരു വിജയത്തിലേക്ക് എത്തിയത്. തീർച്ചയായും ഈ PDA എന്ന് പറയുന്ന ഈ ജാതി സമവാക്യങ്ങളെ അടക്കം ഉൾച്ചേർത്തുകൊണ്ടുള്ള ഈ ഒരു തന്ത്രം സ്ഥാനാർത്ഥി നിർണയത്തിലും വളരെ ഫലപ്രദമായി അഖിലേഷ് യാദവ് ഇത്തവണ നടപ്പാക്കിയിട്ടുണ്ടോ? നോക്കൂ, യാദവ് പാർട്ടിയായിട്ടും വെറും 5 പേർ മാത്രമാണ് ആ സമുദായത്തിൽ നിന്ന്, അഖിലേഷ് അടക്കം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള 5 പേരാണ് യാദവ സമുദായത്തിൽ നിന്ന് ഇത്തവണ പോരിനിറങ്ങിയത്. ഇനി യാദവ ഇതര OBC വിഭാഗക്കാരായ 27 പേർക്കാണ് ഇത്തവണ SP ഇന്ത്യ സഖ്യം അവിടെ അവസരം നൽകുന്നത്. അതിൽ 11 പേർ മുന്നോക്ക വിഭാഗക്കാരാണ്, 4 പേർ മുസ്ലിം സ്ഥാനാർത്ഥികളും 15 ദളിത് സ്ഥാനാർത്ഥികളും. ഞാൻ മനസ്സിലാക്കുന്നത് ഫൈസാബാദിൽ, അയോധ്യയിൽ വിജയിച്ച ആൾ ദളിത് സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഈ രീതിയിലാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയം അഖിലേഷ് യാദവ് നടത്തുന്നത്. അതിൽ മുസ്ലിം വിഭാഗത്തിന് സ്ഥാനാർത്ഥികൾ കുറഞ്ഞു പോയില്ലേ എന്ന ചോദ്യമൊക്കെ വരുമ്പോൾ അഖിലേഷ് പറഞ്ഞത്, മുസ്ലിം വിഭാഗം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരായ വിധിയെഴുത്തിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അവർ ഞങ്ങൾക്ക് പിന്നിൽ അണിനിരക്കും എന്നാണ്. അപ്പോൾ കാലങ്ങളായി BJP-യുടെ വോട്ട് ബാങ്ക് ആയിരുന്ന വിഭാഗങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് അവരെ കൂടി തങ്ങളുടെ ഭാഗമാക്കുക, ആ വോട്ടുകൾ കൂടി ഇങ്ങോട്ടേക്ക് എടുക്കുക എന്ന തന്ത്രമാണ് ഈ PDA-യിലൂടെ നടത്തിയത്. അത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൃത്യമായി നടപ്പാക്കാൻ അഖിലേഷ് യാദവിന് കഴിയുകയും ചെയ്തു. ഇനി BJP ആകട്ടെ 34 മുന്നോക്കക്കാരെയും 25 OBC വിഭാഗക്കാരെയും സ്ഥാനാർത്ഥികളാക്കി. വെറും 17 വിഭാഗം മാത്രമാണ് അതിൽ ദളിത് വിഭാഗം ഉണ്ടായിരുന്നത്. BJP-ക്ക് ലഭിച്ചിരുന്ന യാദവ് വിഭാഗത്തിന് പുറത്തുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ ആകർഷിക്കാൻ ഒരുപക്ഷെ അഖിലേഷിന്റെ ഈ തന്ത്രത്തിനായി. മറ്റൊന്ന്, പ്രാദേശിക നേതൃത്വത്തെ, അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ അഖിലേഷ്
കാണിച്ചു. അത് പാർട്ടിയുടെ കെട്ടുറപ്പിനുണ്ടാക്കിയ ഒരു ഫലം. ഒരുപക്ഷെ BJPക്കകത്ത് പ്രാദേശികമായി പല തർക്കങ്ങളുമുണ്ട്. ഇവിടെ പ്രാദേശിക നേതാക്കൾക്ക് പറയാനുള്ളത് കേൾക്കുകയും അതിനനുസരിച്ച് ഒരു തന്ത്രം ഉണ്ടാക്കുകയും അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാനും അഖിലേഷ് ശ്രദ്ധിച്ചു. അതുകൂടി ഈ SP-യുടെ ഈ വിജയത്തിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഈ ദളിത് വോട്ട് പറയുമ്പോൾ നമ്മൾ ബഹുജൻ സമാജ് പാർട്ടി BSPയെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു. അതെ, പക്ഷെ ഇത്തവണ BSP തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ കണ്ടത്. BSP കഴിഞ്ഞ തവണ 2019 SP-യുമായും RLD-യുമായും സഖ്യത്തിലാണ് മത്സരിച്ചത്. പക്ഷേ ആ സഖ്യം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായത് അന്ന് BSPക്കായിരുന്നു. 10 സീറ്റ് 2019 BSP നേടുന്നുണ്ട്. 19.26% വോട്ടും BSP അത് നേടി. പക്ഷേ ഇത്തവണ ആ വോട്ട് ശതമാനം 9.39 മാറുകയാണ്. മാത്രമല്ല ഒരു സീറ്റ് പോലും ഉത്തർപ്രദേശിൽ ഇത്തവണ BSPക്ക് നേടാൻ സാധിച്ചുമില്ല. 2019 BSP നേടി 10 സീറ്റിൽ 8 നേടിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം കോൺഗ്രസും ചേർന്നാണ്. 2 മാത്രമാണ് NDAക്ക് വിജയിക്കാൻ. അതായത് BSP തകർന്നപ്പോൾ അവരുടെ വോട്ട് ബാങ്കുകൾ ഇത്തവണ കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിന് അഖിലേഷിൻ്റെ ഈ രാഷ്ട്രീയ തന്ത്രം ഫലപ്രദമായി ആ കാര്യത്തിലേക്ക് എത്തിക്കുന്നതിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ദളിത് വോട്ടുകളിൽ BSPയുടെ കുത്തക അവസാനിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, നാഗ്നയിൽ ഇന്നലെ ഏറ്റവും ശ്രദ്ധേയമായൊരു വിജയം ചന്ദ്രശേഖർ ആസാദിൻ്റെതായിരുന്നു. തുടക്കം മുതൽ മുന്നിട്ട് നിന്ന ശേഷം ആസാദ് വലിയൊരു വിജയം ഒരു സഖ്യത്തിന്റെയും പിന്തുണയില്ലാതെ സ്വന്തം നിലയ്ക്ക് നേടിയിരിക്കുന്നു. അതെ, മത്സരിക്കാൻ അവസരം ഇന്ത്യ മുന്നണി നൽകാത്തത് കൊണ്ടാണ് തന്നെ മത്സരിച്ചത്. പക്ഷേ വലിയൊരു വിജയം അദ്ദേഹം നേടുന്നുണ്ട്. ഈ കാഞ്ചി റാമിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഈ ദളിത് വോട്ടുകളെ പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിലൊരു പക്ഷേ ഭാവിയിൽ അദ്ദേഹം വിജയിച്ചേക്കാം. പക്ഷെ നിലവിൽ ഈ ദളിത് വോട്ടുകൾ BSPയിൽ നിന്ന് പോയ വോട്ടുകൾ എന്തായാലും സമാജ്വാദി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാമെന്ന്. അതെ, ഈ പറഞ്ഞ വിഷയങ്ങൾക്കപ്പുറം ദിൽന, BJPക്കകത്ത് ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടില്ല എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നുവെങ്കിൽ അങ്ങനെയല്ല. BJPക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉരുണ്ടുകൂടുന്നുണ്ട് എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. UPയിൽ തന്നെ അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം അവിടെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന അവരുടെ മുഖ്യമന്ത്രിയുണ്ട്. ആ നേതാവിനേക്കാൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ യോഗിയോ എന്നൊരു വലിയ ചോദ്യം അവിടെയുണ്ട്. കാരണം നരേന്ദ്രമോദിക്കും മുകളിലേക്കൊരു നേതാവ് വളർന്നു വരാൻ അദ്ദേഹം വിടില്ല എന്നാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് അമിത്ഷായെക്കുറിച്ചും ഒക്കെ പറയാറ്. അങ്ങനെ അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിച്ചിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാന്റെ ഒക്കെ അവസ്ഥ യോഗി ആദിത്യനാഥിനും കൂടി വരുമോ എന്നൊരു ചർച്ച ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമ്പോൾ അത് ആഴത്തിൽ തന്നെ അവിടെ വേരൂന്നിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, പ്രചാരണ രംഗത്ത് ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ BJP അവകാശപ്പെടുമ്പോഴും അങ്ങനെയൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. അല്ലെങ്കിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാർ, ആ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച്, അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ വിദ്വേഷം മാത്രം പറഞ്ഞു നടക്കുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പറയാനുണ്ടാകുമല്ലോ. അതായത് ഞങ്ങൾക്കുടെ ആവശ്യം ഇതായിരുന്നു, കഴിഞ്ഞ തവണ വിജയിക്കുമ്പോൾ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു, അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. ഇപ്പോൾ അഗ്നിവീർ പ്രശ്നമാകട്ടെ, കർഷക വിഷയങ്ങളാകട്ടെ, ഇതൊക്കെ അവിടെ വലിയ വിഷയങ്ങളായിട്ടുണ്ട്. UPയിൽ മാത്രമല്ല എല്ലായിടത്തും. ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ ഒരു ക്യാമ്പയിനിൽ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് യുവാക്കളുടെ തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്, UPയിലെ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചാണ്, കർഷക പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അജണ്ടയായി നിശ്ചയിക്കാൻ UPയിൽ അഖിലേഷ് യാദവിനും ഇന്ത്യ മുന്നണിക്കും കഴിഞ്ഞു. BJP ആകട്ടെ ഇപ്പറയുന്ന വിദ്വേഷ പ്രസംഗങ്ങളിൽ മാത്രം നരേന്ദ്രമോദി ഒതുങ്ങുകയും ചെയ്തു. പിന്നൊന്ന്, മോദിക്ക് അനുകൂലമായ ഒരു തരംഗം രാജ്യത്ത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് കൂടിയാണ് UP തെളിയിച്ചു വെക്കുന്നത്. അങ്ങനെ ഒരു തരംഗം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സംസ്ഥാനമായിരുന്നു UP. തൂത്തുവാരേണ്ടതായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവിടെ ഒരു നരേന്ദ്രമോദി തരംഗമുണ്ട്. അങ്ങനെയാണ് 70 സീറ്റൊക്കെ BJP കിട്ടുമെന്ന് പറഞ്ഞത്. പക്ഷേ അതൊന്നും ഇല്ല എന്നുള്ളത് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം UPയിൽ അങ്ങനെ ഒരു തരംഗം ഉണ്ടായിരുന്നില്ല, രാജ്യത്തെവിടെയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. എന്തായാലും UPയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു തോൽവി നരേന്ദ്രമോദിയുടെ BJPയുടെ ഉറക്കം കുറേ നാൾ കെടുത്തും. ഇനിയിപ്പോൾ ഒരു NDA ഒരു സർക്കാർ ഉണ്ടാക്കിയാൽ പോലും UP അവർക്ക് നൽകിയ തലവേദന, ആ തിരിച്ചടി, അത് കുറേ നാൾ BJP പ്രവർത്തകരുടെ BJP നേതാക്കളുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും.